ഹല്ലേലൂയ. ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ we need to pray for personal holiness, pray for a safe landing, pray to understand the scriptures, പ്രാർത്ഥിക്കാനും പിന്നീട് ആത്മാവിൽ പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആത്മാവിൽ പ്രാർത്ഥിക്കാനും ആത്മാവിന്റെ ഞരക്കം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൂടെ ഓർക്കാനുള്ളത്, ഒന്ന്, we need to pray for each other, and again we need to pray for the saints, we need to pray for laborers, we need to pray for a revival, and we need to intercede for nations. ഈ കാര്യങ്ങളൂടെ പഠിച്ചിട്ട് പിന്നെയാണ് നമുക്ക് കർത്താവ് ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് നമുക്കൊരു മാതൃകാ പ്രാർത്ഥന തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് മാതൃകാ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഓക്കെ. പക്ഷെ ഞാൻ നേരത്തെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് തനിയാണെങ്കിലും ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞേക്കും. സോ വി നീഡ് ടു പ്രേ ഫോർ ഈച്ച് അതർ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഒരാൾ രോഗിയായി കിടക്കുകയാണെങ്കിൽ വാക്യം ഒന്ന് വായിക്കാം. 5:16. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. സ്വർഗത്തിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ നേരെ വിപരീതമാണ്. സ്വാർത്ഥമായതൊന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ തന്നെയല്ല, സഭയിലും എന്തുണ്ടാകാൻ പാടില്ല? സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല. സ്വാർത്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദൈവരാജ്യമല്ല. കാര്യം സ്വാർത്ഥത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വിപരീത പദമാണ്. സ്നേഹമല്ലാതെ ഒന്നും ദൈവരാജ്യത്തിലില്ല. എന്നെ തന്നെ സ്നേഹിക്കുന്ന ഒരുത്തിന് ദൈവരാജ്യത്തിൽ യാതൊരു പങ്കുമില്ല. അത് പ്രാർത്ഥനയിലും ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥനയിലും എന്തുണ്ടാകാൻ പാടില്ല? സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇന്ന് നമ്മൾ സ്വാർത്ഥമായ പ്രാർത്ഥനകളാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. സ്വർഗത്തിലും നരകത്തിലും പായസം വെച്ച സ്റ്റോറി. സ്വർഗത്തിലും പായസം വെച്ചു, നരകത്തിലും പായസം വെച്ചു. നരകത്തിൽ പായസമൊക്കെ എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ദൂതന്മാർ വന്നിട്ട് കയ്യിൽ ഒരു വലിയൊരു തവി വെച്ച് പിടിപ്പിച്ചു. അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. കാര്യം ദേഹത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കോരി കുടിക്കാൻ തുടങ്ങിയപ്പോൾ കയ്യെ വീണു, കൈ ഉടഞ്ഞ് പടത്തുള്ളവന്റെ ദേഹത്ത് വീണു. അവൻ ദേഹം പൊള്ളി, അവൻ ഇവനെ അടിച്ചു, ഇവൻ അവനെ അടിച്ചു. ആകെപ്പാടെ നരകം ഒരു മെസ്സായി. നരകം മെസ്സായ പിന്നത്തെ സ്റ്റേജ് ഒന്ന് ആലോചിക്കാവും. സ്വർഗത്തിലും ഇതേപോലെ പായസം വെച്ചു, പക്ഷേ കയ്യിൽ തവി വെച്ച് കൊടുത്തു. പക്ഷെ അവരെന്ത് ചെയ്തു? ഒരാൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തു. ഇത് സ്വർഗത്തിന്റെ സിസ്റ്റമാണ്. ഞാൻ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്, മറ്റൊരാൾ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ എന്നിൽ പ്രസാദിക്കുന്നില്ല, യേശുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. സോ ജീസസ് ലിവ് ഫോർ us and we need to live for others. അത് സ്വർഗത്തിന്റെ വലിയൊരു സിസ്റ്റമാണ്. പ്രാർത്ഥനയിലും ഇത് തന്നെയാണ് സിസ്റ്റം. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് വേണ്ടി സുജയാന്റി പ്രാർത്ഥിക്കണം, സുജയാന്റിക്ക് വേണ്ടി ജോൺസൺ പ്രാർത്ഥിക്കും, ജോൺസന് വേണ്ടി റോയ് ചാൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ദിസ് ഇസ് ദ തിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ പ്രാർത്ഥന? അത് സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയാണ്. ഇപ്പൊ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ 40-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവം പറഞ്ഞു, ഇയ്യോബിന്റെ സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ എനിക്ക് ഹിതമായ കാര്യം നിങ്ങൾ സംസാരിച്ചില്ല. നിങ്ങളോട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ താഴോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നുണ്ട്, അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം ഇയ്യോബിന്റെ സ്ഥിതി മാറ്റി, അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു. ഈ സ്വാർത്ഥതയുടെ കൂമ്പാരമാണ് നമ്മളെന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പൊ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. അപ്പൊ എന്തിനാ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ സ്ഥിതി മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ സ്ഥിതി മാറാൻ വേണ്ടി മറ്റൊരാൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? സ്വാർത്ഥമായ പ്രാർത്ഥനയാണ്. എന്നാൽ ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിനോട് കർത്താവ് പറഞ്ഞു, നീ നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിന്റെ സ്ഥിതി മാറ്റിത്തരാം എന്ന് പറഞ്ഞോ? ഇല്ല. ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താമെന്ന് ദൈവം പ്രോമിസ് ചെയ്തില്ല. ഇനി അതിനേക്കാളും വലിയ തമാശ, ഇയ്യോബിന്റെ അപ്പോഴത്തെ സ്റ്റേജും ഇവന്റെ സഹോദരന്മാരുടെ സ്റ്റേജും കൂടെ നമ്മളൊന്ന് വിഭാവന ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇയ്യോബിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. സഹോദരന്മാര് വളരെ സൗഖ്യമായിട്ട് കഴിയുകയാണ്. ഒരുത്തന് തുമ്മല് വന്നപ്പോൾ ക്യാൻസർ പിടിച്ച് ജാഗാറായി കിടക്കുന്നവന്റെ അടുത്ത് ചെന്നിട്ട് ക്യാൻസർ പിടിച്ചവൻ കരഞ്ഞ് തുമ്മലുകാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കാര്യം പ്രത്യക്ഷത്തിൽ ഇയ്യോബിന്റെ സഹോദരന്മാർക്ക് തുമ്മല് പിടിച്ചവനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇയ്യോബ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓട്ടും കഷ്ണം ഇട്ട് ദേഹമെല്ലാം ചൊറിഞ്ഞ് ആകെപ്പാടെ ശരീരമില്ല, ഭാര്യ, മക്കളില്ല, കുടുംബമില്ല, സമ്പത്തില്ല, ഒന്നുമില്ല, ആകെ തകർന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഇയ്യോബ് താരതമ്യേന യാതൊരു പ്രതിസന്ധികളും പ്രത്യക്ഷത്തിൽ കാണാനില്ലാത്ത
സഹോദരന്മാർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഒരിക്കലും പറഞ്ഞില്ല ഇത് കഴിയുമ്പോൾ നിന്റെ സ്റ്റേജ് മാറ്റിത്തരാമെന്ന്. അവന്റെ പ്രാർത്ഥനയിൽ യാതൊരു സ്വാർത്ഥതയും ഇല്ലായിരുന്നു. അപ്പോൾ എന്റെ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതിനകത്ത് അർത്ഥമില്ല. അങ്ങനെയല്ല, അതല്ല. എന്താണ്? എന്റെ സഹോദരന്റെ നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും എന്റെ ദേഹം മുഴുവൻ വ്രണം പിടിച്ചിരിക്കുന്ന അവസ്ഥയേക്കാൾ വേദനാജനകമായി, നമുക്കെല്ലാം ഉള്ള പ്രശ്നം, നമുക്ക് വേദന ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റണം, അല്ലെങ്കിൽ വേദന ഉണ്ടാകത്തില്ല. എത്രയോ പേര് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, നമുക്ക് എന്തുണ്ടാകുന്നില്ല? വേദന ഉണ്ടാകുന്നില്ല. നമുക്ക് വേദന ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടായി. ഞാൻ ജേർണലിസത്തിലെ ഒരു സ്റ്റോറിയുണ്ട്. ഒരു ദിവസം വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് ലോകം മുഴുവൻ ഭയങ്കര, പത്രക്കാരെല്ലാം കൂടെ ഇങ്ങനെ ഇന്ത്യ അമേരിക്ക അവിടെ നാപ്പോം ബോംബ് പൊട്ടിച്ചതും പടവും എല്ലാം ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ജേർണലിസം ക്ലാസ്സിലെ ഒരു ടീച്ചർ പറഞ്ഞു, all students, I would like to tell you something happened in my life today. ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചത്. that was more painful than the Vietnam war. വിയറ്റ്നാം യുദ്ധത്തെക്കാൾ വേദനാജനകമായ ഒരു കാര്യം ഇന്ന് രാവിലെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. എല്ലാവരും ചിന്തിച്ചോട്ടെ, എന്തുവാ വിയറ്റ്നാം യുദ്ധത്തെക്കാൾ വലിയ കാര്യം ഇയാളുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചത്? ക്ലാസ് കിടന്നപ്പോൾ സ്റ്റുഡൻസ് എന്നിട്ട് ചോദിച്ചു, സർ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ ഇൻ യുവർ ലൈഫ്? വിയറ്റ്നാം യുദ്ധത്തെക്കാൾ വേദനാജനകമായിട്ട്? സാറ് പറഞ്ഞു, അതെ, എന്റെ കാലൊന്ന് തട്ടിയ കാര്യം പറഞ്ഞതാന്ന്. എന്റെ കാലൊന്ന് തട്ടിച്ചിട്ട് മുറിഞ്ഞു. വിയറ്റ്നാം യുദ്ധം അവിടെ കാണാൻ നടക്കുന്ന കാര്യമല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം വിയറ്റ്നാം യുദ്ധത്തെക്കാളും വലുത് എന്താണ്? എന്റെ കാല് പൊട്ടിച്ചിട്ട് ചോര വന്നതാണ്. ഇത് മാനുഷികതയാണ്. മാനുഷികമായി നമുക്ക് വേദനിക്കണമെങ്കിൽ നമുക്ക് മുറിയണം. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം. എന്നാൽ ദൈവികത അതല്ല. ദൈവികത എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോഴും എന്റെ സഹോദരന്റെ വേദന എന്റെ വേദനയായി തീരുന്നതാണ്. എന്റെ സഹോദരന്റെ മുറിവ് എന്റെ മുറിവായി തീരുന്നതാണ്. അതാണ് ഒരുത്തിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആ വേദനയുടെ ആ ഒരു സ്റ്റേജ്, അത് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. യിരെമ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു. ജെറമ്യാ പറയാണ്, എനിക്ക് മുറിവേറ്റിട്ടില്ല, പക്ഷെ എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് വേദനിക്കുന്നല്ല അവിടെ പറയുന്നത്, ഞാനും മുറിപ്പെട്ട്, ഇല്ലേ, ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു. അതായത് എന്റെ ജനങ്ങളുടെ മുറിവ് എന്റെ മുറിവാണെന്ന് ഏറ്റുപറയാൻ, കൺഫസ് ചെയ്യാനുള്ള സ്പിരിച്വാലിറ്റി ജെറമ്യായ്ക്കുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയതയിൽ എന്താണ്, നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, ഓരോരുത്തൻ തനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എന്റെ സഹോദരന്റെ വേദന എന്റെ വേദനയാക്കി എടുക്കുക, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന ഫലവത്താകുന്നത്. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന. ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന എന്റെ സ്വാർത്ഥമായ പ്രാർത്ഥനയല്ല. ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന എന്താണ്? ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം അത് നമ്മള് യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ കാണുന്നതാണ്. 4-ാം അധ്യായത്തിന്റെ, നിങ്ങൾ ശണ്ടയും കലഹവും ഇവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായിക്കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്താണ് ഇവിടുത്തെ നിങ്ങൾ യു ആർ ആസ്കിങ് ഇൻ എ റോങ് മാനർ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വല്ലാതെ യാചിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ യാചിക്കുന്നല്ല, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റായ രീതിയിലായതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താണ് തെറ്റായ രീതി അവിടെ? മറ്റൊന്നുമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വേണ്ടിയാണ്. ഭോഗ ഇച്ഛ, പാഷൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പങ്കുവെക്കാത്ത എന്ന അർത്ഥത്തിലാണ്. പങ്കുവെക്കാത്ത, ഞാൻ ചെലവിടുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയാറുണ്ട്, യേശു കർത്താവ് നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ലായിരുന്നു, അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എവിടെ വിരുന്നിന് വിളിച്ചാലും പോകും, അല്ലേ? മിക്കവാറും ഉള്ള ഉപമകളെല്ലാം വിരുന്നിന്റെ ഉപമകളൊക്കെയാണ്. കഴിക്കുന്ന കാര്യവും കുടിക്കുന്ന കാര്യം ഇതൊക്കെയാണ് യേശുവിന്റെ പ്രധാനപ്പെട്ട ഉപമകളുമെല്ലാം. അപ്പൊ അതിനർത്ഥം എന്താ? കഴിക്കുന്നത് വാസ്തവത്തിൽ തെറ്റൊന്നുമല്ല, ആണോ? കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ യേശുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ഒരിക്കലും തന്നെ പോയിരുന്നിടത്ത് ഒരിടത്ത് ഇരുന്ന് തിന്നുന്നില്ല. കഴിക്കുമ്പോഴൊക്കെ ആരെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്? എല്ലാവരും. അതൊരു ഒരു സോഷ്യൽ ഒരു എൻജോയ്മെന്റ് ആണ്, സോഷ്യൽ ആയിട്ടുള്ള ഒരു സാമൂഹ്യമായ നിലയിൽ.
യേശുവിനെ വിളിക്കുന്ന സൂക്ഷിച്ചു. ഞാൻ ചിലപ്പം ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ 3-4 കൂട്ടുകാരൊക്കെ ഉള്ളപ്പം പറയും, ഈ യേശുവിനെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും വരത്തില്ല, വരുമ്പം ഒരു പട കൂടെ കാണും. ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് ഓർക്കാറുണ്ട്, ഈ കാനാവിലെ കല്യാണത്തിന് എന്നാ വീഞ്ഞ് തീർന്നു പോയെന്ന്. യേശുവിനെ വിളിച്ചതാ, പക്ഷെ പോയത് എത്ര പേരാ നമുക്കറിയത്തില്ല. അവരുടെ ശിഷ്യന്മാരും എല്ലാം കൂടെ അങ്ങ് പോയി. ഇവിടെ പിന്നെ വീഞ്ഞ് തീർന്നില്ലെങ്കിലല്ല അത്ഭുതമുള്ളൂ. പക്ഷേ യേശുവിനെ വിളിച്ചിട്ട് വീഞ്ഞ് തീർന്നു പോയാലും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, അത് വേറെ കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞത് എൻജോയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഭോഗേച്ഛ എന്നിവിടെ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പങ്കുവെക്കാത്തതായ സൗഖ്യങ്ങളാണ്, സുഖങ്ങളാണ് വാസ്തവത്തിൽ എന്ത് ഭോഗേച്ഛ എന്ന് പറയുന്നത്. പങ്കുവെക്കത്തില്ല. എനിക്ക് വേണ്ടി, എനിക്ക് കഴിക്കുക, എനിക്ക് കുടിക്കുക, എനിക്ക് കിടക്കുക, എനിക്ക് ട്രാവൽ ചെയ്യുക, എവറിഥിങ് ഈസ് ഫോർ മീ. ഇഫ് ഐ am considering my car as my car and I'm not sharing it with somebody, അത് ഭോഗേച്ഛയാണ്. എന്റെ വീട് വേറെ ആരെയും അതിനകത്ത് കയറ്റത്തില്ലെങ്കിൽ എന്താണ് അത് ഭോഗേച്ഛയാണ്. ഞാൻ കഴിക്കുന്നത് വേറെ ആർക്കുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ അത് ഭോഗേച്ഛയാണ്. അപ്പോൾ എന്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ അതെന്തായിത്തീരും? ഭോഗേച്ഛയായിത്തീരും. അതാണ് മാതൃകാ പ്രാർത്ഥനയിൽ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. എനിക്ക് ആവശ്യമുള്ളതെന്നല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള. അപ്പോൾ എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഞാൻ ഓർക്കേണ്ടത്, ഐ എം നോട്ട് ലിവിങ് ഫോർ മൈ സെൽഫ്, ഐ എം ലിവിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർ, അത് വലിയൊരു കൺസേൺ ആയിരിക്കണം. ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ കൺസേൺ അതാണ്. വില്യം ബൂത്ത് എന്ന് പറയുന്ന പ്രഗത്ഭനായ, നിങ്ങൾക്കറിയാമല്ലോ, സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ് വില്യം ബൂത്ത്. പ്രഗത്ഭനായ പ്രസംഗകനായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന്റെ തലേദിവസം വരെയും പ്രസംഗിച്ചുകൊണ്ടിരുന്നു, എപ്പോഴും. അതിന്റെ ലാസ്റ്റ് ഡേയിൽ he had to preach, but he couldn't travel, he couldn't go. In fact, പോകാൻ പോലും, യാത്ര ചെയ്യാൻ വയ്യായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, I'll do one thing, ഞാൻ എന്റെ പ്രസംഗം എഴുതി വെക്കാം, ആരെങ്കിലും അത് പോയി വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴ് അദ്ദേഹം അന്ന് ആ ദിവസം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്രസംഗം അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് പ്രസംഗമാണെന്ന് അന്നേരം അറിയത്തില്ല, ബട്ട് ദാറ്റ് വാസ് ഹിസ് ലാസ്റ്റ് മെസ്സേജ്. ഇത് കവറിനകത്തിട്ട് ഒട്ടിച്ച് ആണ് കൊടുത്തത് അവിടെ പോയി വായിക്കാൻ വേണ്ടി. അപ്പം വായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം കവർ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ വാക്കേ ഉള്ളതിനകത്ത്, അതേഴ്സ്, വേറെ ഒന്നുമില്ല, അതേഴ്സ്. വില്യം ബൂത്തിന്റെ അവസാനത്തെ പ്രസംഗം എന്താണ്? അതേഴ്സ്. അതിന് യാതൊരു ഡിസ്ക്രിപ്ഷനും ഒന്നുമില്ല. എനിക്ക് പ്രസംഗിക്കാനുള്ള അവസാനത്തെ കാര്യം അതേഴ്സ്, മറ്റുള്ളവർ. ഇതാണ് ദൈവികത. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വാർത്ഥ പ്രാർത്ഥന ഉണ്ടാകരുത്. എപ്പോഴും എന്തായിരിക്കണം? we need to see that we are praying for others, and when you pray for others, somebody else is praying for you. കർത്താവ് പറയുന്നത്, കൊട് നിങ്ങൾക്ക് നൽകപ്പെട്ടു, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങൾക്ക് കിട്ടും. സാധാരണ നമ്മൾ സ്വോത്രാഴ്ചയ്ക്കാണ് ഈ പാട്ടൊക്കെ പാടുന്നത്. പക്ഷെ അവിടെ പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് കൊണ്ട്, പൈസ കൊടുത്താലും പൈസ കിട്ടും, അത് വേറെ കാര്യം, അതല്ല ഇന്നത്തെ വിഷയം. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുകൊണ്ട് നിങ്ങൾ മനസ്സലിവുള്ളവൻ ആകുവേ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ റിലീസ് ചെയ്താൽ നിങ്ങളും റിലീസ് ചെയ്യപ്പെടും. നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നോ അതുപോലെ ആയിരിക്കും മറ്റുള്ളവർ നിങ്ങളോട് ഇടപെടുന്നത്. നിങ്ങൾ മനസ്സലിവ് കാണിച്ചാൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും എന്ത് കിട്ടും? മനസ്സലിവ് കിട്ടും. ശരിക്കും മനസ്സലിവാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതാണ് കർത്താവ്, നിങ്ങൾ മറ്റൊരാളോട് മനസ്സലിവ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സലിവ് കിട്ടുന്നത് പോലെ, നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി സിൻസിയറായിട്ട് പ്രാർത്ഥിക്കാൻ 10 പേര് കാണും. അതൊരു ഫാക്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. എനിക്ക് 100% ബോധ്യമുണ്ട്. എനിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഐ നോ, വെരി ഏർണസ്റ്റ്ലി പ്രേയിങ്. എനിക്കറിയാവുന്ന ചിലർ അവർ ജീവിച്ചിരിക്കുന്നതന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഐ നോ, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് അവരെ ജീവനോടെ ഇരുത്തണമെന്ന്. എനിക്കറിയാവുന്ന ആളുകൾ, പ്രായമുള്ള ആളുകളാണ്. ഞാനത് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഐ നോ ദേ ആർ പ്രേയിങ് ഫോർ മീ വെരി ഏർണസ്റ്റ്ലി. ദേ ഹാവ് നോ അതർ ജോബ്, വേറെ ഒരു ജോലിയില്ല. ദേ ആർ പ്രേയിങ് ഫോർ മീ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുള്ളതാണ് നമ്മൾ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇല്ലേ? So they are not praying for themselves, they are praying for us, maybe for some other person. When you start praying for somebody else, then certainly God will find somebody, God will appoint somebody, God will anoint somebody to pray for you. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഏണസ്റ്റായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കണം.